പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ രീതിയിൽ തന്നെ ഒരു റിപ്പോർട്ട് മമതാ ബാനർജിയുടെ കയ്യിലേക്ക് എത്തിയതാണ്. അതായത് വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ മമതാ ബാനർജിയുടെ ഭരണത്തോട് പൊറുതിമുട്ടിയിരിക്കുന്നു. വലിയ രീതിയിൽ ശക്തമായ ജനവികാരമുണ്ട് എന്ന് പശ്ചിമ ബംഗാളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അവിടുത്തെ ഇന്റലിജൻസ് അടക്കം മമതയ്ക്ക് റിപ്പോർട്ട് നൽകിയതാണ്. നിങ്ങൾ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽക്കുമെന്ന്. പക്ഷേ മമത പറഞ്ഞത് ഇല്ല, ഞാൻ തോൽക്കില്ല, കാരണം ഞാൻ 15 വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നെ ജനങ്ങൾ അങ്ങനെ തോൽപ്പിക്കുകയില്ല എന്ന് മമത വലിയ വാശിയിലേക്ക് നിന്നു. അവസാനം വൈകിയായിരുന്നെങ്കിലും ആ ഒരു സത്യം മമത തിരിച്ചറിഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനോട് വെറുത്തിരിക്കുന്നു. അവർ മമതയുടെ ഭരണത്തോട് അത്ര സന്തുഷ്ടരല്ല എന്ന് മമതയ്ക്ക് മനസ്സിലായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എണ്ണുന്ന സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് ഫലം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മമതാ ബാനർജി വലിയ രീതിയിലുള്ള ജയമാണ് ഉണ്ടായിരുന്നതെന്നാണ് മമത അവകാശപ്പെടുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് 8 നിലയിൽ മമതാ ബാനർജി പൊട്ടിയതോടുകൂടി ഇനി MLA ആകില്ല, ഇനി മൊത്തത്തിൽ പാർട്ടി തന്നെ പിളരാൻ പോകുന്നു എന്നൊരു സത്യം മമത വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അതോടുകൂടി മമത ഇപ്പോൾ വീണ്ടും ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിലേക്ക് വീണ്ടും ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി ചെല്ലുകയാണ്. അതായത് ഭവാനിപൂരിൽ മമതാ ബാനർജിയുടെ ഒപ്പം എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BJPയുടെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന സുവേന്ദു അധികാരിയായിരുന്നു. നിലവിൽ മമതയെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിലാണ് സുവേന്ദു അധികാരി ഭവാനിപൂരിൽ വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയം ഒരു അട്ടിമറിയാണ്, അതിലെന്തോ കള്ളത്തരമുണ്ട്, അതിൽ ക്രമക്കേടുണ്ട് എന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമതൊരു ഹർജിയും കൂടെ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ് മമതാ ബാനർജി. ആദ്യം ഒരു ഹർജി നൽകി, അത് തള്ളി വീണ്ടും ഒരു ഹർജിയും കൂടെ നൽകിയിരിക്കുകയാണ്. അതായത് ഭവാനിപൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭവാനിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്തിയ സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്താണ് മമത ഹർജി നൽകിയിരിക്കുന്നത്. തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇത് 2ാം തവണയാണ് മമത ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തപാൽ വോട്ടുകൾ ചോദ്യം ചെയ്ത് മെയ് 14 മമത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ സമയത്ത് ഒരു വിഭാഗം അഭിഭാഷകർ മമതയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു രംഗമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മമത വക്കീൽ കോട്ടൊക്കെ ഇട്ട് വന്ന് അവിടെ ഹൈക്കോടതിയിൽ എന്തൊക്കെ പറയാൻ നോക്കിയപ്പോഴും അവിടെ കിടന്ന് ബബബ അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവസാനം ജഡ്ജി തന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കൂ, നിങ്ങളെക്കാട്ടി മനോഹരമായിട്ട് നിങ്ങളുടെ ജൂനിയർ അഭിഭാഷകർ തന്നെ പറയുന്നുണ്ടല്ലോ, അവർ പറഞ്ഞോളും എന്ന് അവസാന ജഡ്ജിക്ക് തന്നെ പറയേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ന് കോടതിയിലെത്തിയ മമതയ്ക്കൊപ്പം മുതിർന്ന നേതാക്കളായ തൃണമൂൽ രാജ്യസഭാ അംഗം ഡെറക് ഒബ്രിയാൻ, ദോലാസൻ, കൂടാതെ അഭിഭാഷകനും ലോക്സഭാ അംഗവുമായ കല്യാൺ ബാനർജി, MLA കുനാൽ ഘോഷ് എന്നിവരുണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളിൽ ഒപ്പുവെക്കാനായാണ് മമത എത്തിയതെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. 16,105 വോട്ടുകൾക്കാണ് മമത സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത്. തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മമത സംശയം പ്രകടിപ്പിച്ചിരുന്നു. തന്നെയും സഹപ്രവർത്തകരെയും ജനങ്ങൾ ഇല്ല എന്നൊരു വിശ്വാസമാണ് മമത ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് നിർബന്ധിത പരാജയം സമ്മാനിക്കുകയായിരുന്നുവെന്നാണ് മമതയുടെ ആരോപണം. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തൃണമൂൽ നേതാവ് രാജിവെച്ചത് പോലുമില്ല. പുതിയ സർക്കാർ രൂപീകരിക്കും മുമ്പ് ഗവർണർ മമതാ സർക്കാരിനെ പിരിച്ചുവിടുകയായിരുന്നുവെന്നും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് മമത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് പരാജയം തൃണമൂൽ കോൺഗ്രസിലും പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട്. മമതയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് നിയമസഭയിൽ ഒരു സംഘം തൃണമൂൽ അംഗങ്ങൾ തങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് അവകാശപ്പെട്ട് പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണ്. ഋതുപ്രത ബാനർജിയെ തങ്ങളുടെ നേതാവായും അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇതിന് പിന്നാലെ ലോക്സഭയിൽ 20 തൃണമൂൽ അംഗങ്ങൾ പാർട്ടി വിട്ടു. തങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടം അനുവദിക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ NCPI എന്ന ഒരു പ്രാദേശിക കക്ഷിയിൽ ലയിക്കുകയും ചെയ്തു. NCPI ഇനി NDAയുടെ ഘടകകക്ഷിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ വിട്ടവർ BJPയിൽ ചേരുമെന്നായിരുന്നു നേരത്തെ നിരീക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ കൂറുമാറ്റ നിയമം അടക്കമുള്ള നൂലാമാലകൾ പെടാതിരിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നാണ് വിലയിരുത്തൽ. സുവേന്ദു അധികാരിക്ക് 73,917 വോട്ടുകൾ ലഭിച്ചപ്പോൾ മമതാ ബാനർജിക്ക് ലഭിച്ചതാകട്ടെ 58,812 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 3ാം സ്ഥാനത്തെത്തിയ CPMന്റെ ശ്രീജു ബിശ്വാസിന് 3,556 വോട്ടുകൾ ലഭിച്ചു. വോട്ടെണ്ണലിന്റെ 16-17 റൗണ്ട് വരെ മമതാ ബാനർജി മുന്നിലായിരുന്നുവെന്നാണ് മമത അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള അന്തരം ക്രമേണ കുറഞ്ഞു. ഒടുവിൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിൽ സുവേന്ദു അധികാരി ഗണ്യമായ ലീഡ് നേടുകയും ഒടുവിൽ 16,104 വോട്ടുകൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം.